ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെഴ്സീസ് വേൾഡ്. ഞങ്ങൾ ഇന്ന് കാശ്മീരിൽ 4-ാമത്തെ ദിവസം ഞങ്ങൾ ഇന്ന് കാണാൻ പോയത് പഹൽഗാം, ആപ്പിൾ തോട്ടം, ബാറ്റ് ഫാക്ടറി. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ ബാറ്റ് ഫാക്ടറി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ കളിച്ചിരുന്ന ബാറ്റ് ഉണ്ടാക്കിയിരുന്നത് ഇവിടെ ഇരുന്നെന്ന് പറയണത്. അങ്ങനെ ഞാനേ നിങ്ങളെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കേണ്ടടുത്തേക്ക് കൂട്ടിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ മരമൊക്കെ എടുത്ത് മുറിച്ച് കഷ്ണമാക്കിയിട്ട് നല്ല സ്മൂത്താക്കി എടുക്കണവർ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാറ്റുമ്മ അവർ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുകയാണ്. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ അത് ഭംഗിയായിട്ട് പാക്ക് ചെയ്യാണ്. പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അവരിത് ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വയ്ക്കണം. ഇതിൻ്റെ സെയിൽ അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ അവർക്ക് അതിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നല്ലത് വാങ്ങാം. അതിനുള്ളൊരു ഷോപ്പുണ്ട്. ബാറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കടയിൽ കയറി വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കടയിൽ കയറിയിട്ട് നോക്കുകയാണ് ബാറ്റ് വാങ്ങാൻ പറ്റുമെന്ന് നോക്കണല്ലോ. നല്ല കനമുള്ള കാരണം ആരും വലിയ കാര്യമായിട്ട് ബാറ്റ് എടുത്തില്ല. നല്ല വെയിറ്റ് ഉണ്ട് ഈ ബാറ്റിനെ. അപ്പോൾ എടുത്ത് പൊന്തിക്കുമ്പോൾ നല്ല കനം. അപ്പോൾ മേടിക്കാൻ ആരും കൂട്ടാക്കിയില്ല. പിന്നെ 2 കൂട്ടർ മാത്രം ചെറിയ ബാറ്റ്, കുട്ടികൾക്കുള്ള ബാറ്റ് 2 സെറ്റ് വാങ്ങിച്ചു കൊണ്ടുപോകും. അത് തന്നെയല്ല, വലുതൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോന്നാൽ ബാഗിൽ കൊള്ളൂല്ല. പിന്നെ തന്നെയുമല്ല വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമത് കാണാൻ പോയത് ആപ്പിൾ തോട്ടമാണ്. ആപ്പിൾ തോട്ടത്തിലേക്ക് പോയണ കാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ ആപ്പിൾ തോട്ടം. നമ്മൾ പോരുന്ന വഴിക്ക് ആപ്പിൾ തോട്ടം ഉണ്ടായി നിൽക്കുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ നിൽക്കുന്ന ആപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിളുകളും ഒക്കെ ഓരോരുത്തരും പിടിച്ച് നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, പച്ച കളറിലെ ആപ്പിളുണ്ട്, ചുവപ്പുണ്ട്, പിന്നെ ചുവപ്പും പച്ച കളത്തിലുള്ള ആപ്പിളുണ്ട്. അങ്ങനെ ഒരു 3-4 തരം ആപ്പിളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ആപ്പിൾ തോട്ടത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഓരോരുത്തരും ഫോട്ടോ എടുത്തേക്കുന്നതൊക്കെയാണ് ആ കാണുന്നത്. കണ്ട, കഴിഞ്ഞ ആൾക്ക് അവിടെ ചെന്നപ്പോൾ അവർ ആപ്പിൾ ജ്യൂസ് തന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ആപ്പിൾ മേടിക്കാമായിരുന്നു. അതിനൊന്നും അധികം വിലയില്ല. 40 രൂപയ്ക്ക് അവിടെ ആപ്പിളിനുള്ളൂ. നമ്മുടെ ഇവിടെ വരുമ്പോഴാണ് ആപ്പിളിനൊക്കെ 200-240 രൂപയാവുന്നത്. അവിടെ വളരെ വില കുറവാണ്. അതിൻ്റെ ആപ്പിൾ അവിടെ നിന്ന് മേടിച്ചു. പക്ഷെ ഞങ്ങളാരും വാങ്ങിച്ചില്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇതൊന്നും ചുവന്ന് കൊണ്ടുവരാൻ എളുപ്പമല്ല. ഞങ്ങൾ കാശ്മീർ കഴിഞ്ഞിട്ട് പിന്നെ ആഗ്ര, ഡൽഹി, പഞ്ചാബൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ട് നടക്കാനും അത്രയും ദിവസം മഴയിലിരുന്നത് ചീത്തയാവുകയൊക്കെ ചെയ്യും. അത് കാരണം ആരും വാങ്ങിച്ചില്ല. എല്ലാവരും കണ്ട് ആസ്വദിച്ച് പോകുന്നു. ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. ഇഷ്ടപ്പെട്ട ആപ്പിളിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് ഒക്കെ പോന്നു. അതൊരു പുതിയൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു കേട്ടോ എല്ലാവർക്കും. ആപ്പിളൊക്കെ തിന്നാൻ തന്നിട്ട് അവരിഷ്ടം പോലെ.
ഇനി നമ്മുടെ അടുത്ത യാത്ര പഹൽഗാമിലേക്കാണ് കേട്ടോ. പഹൽഗാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അന്ന് നമ്മൾ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ പഹൽഗാമിലെത്തി. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു നമ്മൾ. അവിടെ ആണെങ്കിൽ പലവിധ കച്ചവടക്കാർ, മുയലിൻ്റെ എടുത്തുകൊണ്ട് വരണവർ, മുയലിനെ നമുക്ക് പിടിക്കാതെ നമുക്ക് തരും. അപ്പോൾ അതിന് പൈസ കൊടുക്കുക. പിന്നെ ആടിനെ കണ്ടോ, ആടിനെ കണ്ണടയൊക്കെ വെപ്പിച്ച് നല്ല ഭംഗിയുള്ള ആടാണ് കേട്ടോ. അതിനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ തോളിൽ കൈവച്ചിട്ട് കസേരയിൽ നിർത്തി ഫോട്ടോ എടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ കൊടുത്താൽ മതി. ആടിനെ കസേരയിൽ കയറ്റിയിട്ട് ഇതേ നമ്മുടെ തോളിൽ കൈവച്ചിട്ട് അവർ നിർത്തി തരും. കണ്ണട കൊച്ചു കൊടുത്ത് തൊപ്പി കൊച്ചു കൊടുത്തതാ കണ്ട ആടിൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നത് കണ്ടു. അങ്ങനത്തെ കച്ചവടക്കാരൊക്കെ ഉണ്ട് അവിടെ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ ആടിനെ തോളിലൊക്കെ വെച്ച് ഇങ്ങനെ എടുത്ത് കുറേ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ പേരൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോസ്. അത് ഇവിടെ കൂടി ഒഴുകണ ഒരു നദിയാണ് കേട്ടോ. അവിടെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല. ഇഷ്ടംപോലെ നദികളാണ് അതിൽ ഒഴുകണത്. ജലം, പിന്നെ ലഡർ, പിന്നെ ഗംഗ, ഇതൊക്കെ അതിലെ കൂടി ഒഴുകുന്ന നദികളാണ്. അപ്പോൾ വെള്ളത്തിനൊന്നും നമ്മുടെ ഒരു ക്ഷാമമില്ല. ശുദ്ധമായ ജലമാണത്. നമ്മുടെ ഇവിടുത്തെ പോലെ മാലിന്യങ്ങളൊന്നും അതിനകത്ത് കൊണ്ടുവന്നിടണമൊന്നുമില്ല. നല്ല കണ്ട വെള്ളം നോക്കി. ചില നദികളുടെ വെള്ളത്തിന് ചില വേറെ വെറൈറ്റി കളറൊക്കെ, ഒരു സ്വല്പം നീലയും പച്ചമണി കളർന്ന കളറൊക്കെയാണ്. പക്ഷേ ഈ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കാമെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഒരു അഴുക്കുമില്ല, ഒരു മാലിന്യങ്ങളില്ല. അതുകൊണ്ട് അവർ അത്രയും ഇതായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അതിൽ നിന്നുള്ള വെള്ളമാണ് പൈപ്പ് വഴിക്ക് വന്നിട്ട് ആളുകൾ കുടിക്കുന്നത്. അവിടെ കിണറൊന്നും ഇല്ലയെന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞു ഇഷ്ടംപോലെ ജലം ഒഴുകണ സ്ഥലമാണ് അത്. കണ്ടോ, ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ അവർ ഉന്തി കൊണ്ടുവരും വണ്ടിയിൽ. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള പടമാണ് ആ ടീച്ചർ ഇരിക്കുന്ന പടം. അതാ കണ്ടോ, 5 ദേ തപസ്സിരിക്കണം. തപസ്സിരിക്കാൻ പറ്റിയ നല്ല സ്ഥലം. അങ്ങനെ ഞങ്ങളും ഒരു ഫോട്ടോ എടുത്തു ആടിനെ പിടിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.